Hello guys, welcome back to another flash vlog. ടുഡേ സൺഡേ. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടി ഗൈസ് നേരെ ഫോർട്ട് കൊച്ചി പോകുന്നുണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട്. വിവോ X300 FE വെച്ചിട്ട് ഷാസിനൊന്ന് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ സാമ്പിൾസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോകാനുള്ള പ്ലാനാണ്. ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ പോകാനുള്ള പ്ലാനാണ് ഗൈസ്. അപ്പം അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പിന്നെ എന്തുവാ വേറെ ഇനിയിപ്പോൾ വരുന്നത് പോലെ കാണിക്കാൻ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ലൈവ് വരണമെന്നുണ്ടായിരുന്നു യൂട്യൂബിലും. പക്ഷേ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ളതനുസരിച്ച് ഐ വിൽ ട്രൈ ടു കം ലൈവിൽ. അപ്പോൾ എന്തായാലും ഗൈസ് ലഞ്ച് കഴിക്കട്ടെ. ലഞ്ച് കഴിച്ചിട്ട് പതുക്കെ ഫോർട്ട് കൊച്ചി പോകാനുള്ള പരിപാടിയിലാണ്. വരാം, ബൈ ഗൈസ്. ഇന്ന് ചിക്കൻ ഫ്രൈ ആണ് വീട്ടിൽ ആൻഡ് ചപ്പാത്തി, സ്പെഷ്യൽ ചപ്പാത്തി. നമ്മളാണ് കഴിക്കണം. ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ ഗൈസ്, ഈ ഒരു ചപ്പാത്തി. ബൊറോട്ടയുടെ ടേസ്റ്റും ചപ്പാത്തിയുടെ ലുക്കുമാണ്. ഓക്കെ ഗൈസ്, ചിക്കൻ ഫ്രൈ ആൻഡ് ചപ്പാത്തി. ദിസ് ഇസ് സോ യമ്മിയാണ്. ഞാൻ പറഞ്ഞില്ല എന്നാണ്ട. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. എത്ര പേര് മൈദാമാവ് ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് എനിക്കുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്. കുറച്ച് ലേയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കും, കുറച്ച് തിക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചിക്കൻ ഫ്രൈ എടുക്കുന്നു. അതിനിങ്ങനെ പിച്ചിട്ട് കുറച്ച് ഉള്ളി, നാരങ്ങയിൽ മുക്കിയ ഉള്ളി എടുത്തിട്ട് അതിൽ വയ്ക്കുന്നു. ഇങ്ങനെ മടക്കുന്നു, എടുക്കുന്നു. ചിക്കൻ ഫ്രൈ ഒത്തിരി മൊരിക്കൂല ഗൈസ്. കുറച്ചൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ക്രിസ്പല്ല, പക്ഷേ മനസ്സിലായില്ല നിങ്ങൾക്ക്, ആ ഒരു ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസിയാണ്. എത്ര പേർക്ക് ഈ കഴുത്ത് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയണം ഗൈസ്. ഐ ലൈക്ക് ദ നെക്ക് ഓഫ് ദ ചിക്കൻ. ഇറ്റ്സ് സോ യമി. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഫുഡ് അടിച്ചിട്ട് വരാം. ഇവിടെ നിന്ന് ചിലപ്പോൾ മിക്കവാറും നേരെ ഫോർട്ട് കൊച്ചിയിലോട്ടായിരിക്കും പോകുന്നത്. കുറച്ച് ചിക്കൻ കഴിക്കണേ. യമി. ബൈ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ്. ഇവനെ അതൊരു ഫോണും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് മറ്റേ X300 FE വിത്ത് എക്സ്റ്റെൻഡർ. അപ്പോൾ അതിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി പോകണം. റിവ്യൂ അല്ല, അവ എടുക്കാൻ പോകണം. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകണം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി പോയിട്ട് എന്തെങ്കിലും ഫോട്ടോ കിട്ടുമെന്ന് നോക്കട്ടെ ഗൈസ്. അവിടെ പോയി എടുത്തെടുത്തിപ്പോൾ അവിടെ സ്ഥലമൊന്നുമില്ല. ഇനി പുതിയ സ്ഥലം കണ്ടുപിടിക്കണം. കുറച്ച് വെറൈറ്റി ആയിട്ട്. ഇപ്പം ഈ ഫ്ലാറ്റുകളുടെ ലിഫ്റ്റിൽ മൊത്തം പരസ്യമാണ്. സോ മച്ച് അഡ്വർടൈസ്മെന്റും കണ്ടു പോകാൻ. നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലിഫ്റ്റ്. പരസ്യത്തിൽ നോക്കാം. നൈസ് ഐഡിയ, മാർക്കറ്റിംഗ് ജീനിയസ്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ ആണ് മെയിൻ ഉദ്ദേശം. കുറച്ച് കൊണ്ട് നടന്ന് റൗണ്ട് അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ ഗൈസ്. ദാറ്റ്സ് മൈ പ്ലാൻ. ലെറ്റ് മീ സീ. ലിമിറ്റേഷൻ വലിയ ചൂട് കുഴപ്പമില്ല, ചെറിയൊരു ഹ്യൂമിഡിറ്റി ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. ബൈ. അങ്ങനെ ഗൈസ് നമ്മളിപ്പം ട്രുവാലി കഫേയിലാണ്. ഒരു എത്ര മിനിറ്റ് നടന്നാണ്, നമ്മളൊരു 10-20 മിനിറ്റ് വെളിയിൽ നിന്നപ്പോഴേക്കും തന്നെ പടമായി ഗൈസ്. ഒടുക്കത്തെ ചൂട്. അതിനിടയിൽ ഈ ഫോൺ റിവ്യൂ ആയിട്ട് ചെയ്യാൻ വന്ന നമ്മളെ കാര്യത്തിന് ഒരു തീരുമാനമായി. ഫോട്ടോസ് കാണിച്ചു തരാം ഗൈസ്. കുറച്ചേ എടുത്തുള്ളൂ, പക്ഷേ അതാണ് അതേ സമയം. ഇതൊക്കെ ഇവിടെ ഫോർട്ട് കൊച്ചിയിലുള്ള ആംബിയൻസ് ആണ് ഗൈസ്. ഐ ലവ് കൊച്ചി എന്നൊക്കെ വേണ്ടത്. ഇതൊക്കെ ഇതൊരുമാതിരി AI പരിപാടികളാണ് ഗൈസ് ഇതിൻ്റെ അകത്തുള്ള. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് മറ്റേതല്ലേ? ഇതെന്തോ ഗ്ലോ എന്ന് തന്നെ നീ പറഞ്ഞ സാധനം. ഇത് തന്നെ കിടില കടൽ. പിന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. കുറേ AI ഫിൽറ്റേഴ്സ് ഉണ്ട് ഗൈസ് ഈ ഒരു ഫോണിൽ. X300 Proയിൽ ഉണ്ടോ എന്ന് വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് നോക്കാൻ. ഈ സാധനം കൊള്ളാം. നല്ല രീതിയിൽ എഡിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെടുത്തിട്ട് അങ്ങ് AI പരിപാടി അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നല്ല ഫോട്ടോസ് കിട്ടും. നമുക്ക് വെറുതെ എടുക്കാം, പക്ഷെ കുറച്ചും കൂടെ രസമായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഗ്ലോയും അതേപോലെ അർബൻ സ്ട്രീറ്റ് ആണ് മറ്റേത്. അതൊക്കെ നല്ല രസം. അത് രസമുണ്ട്. അത് മറ്റേ ഈ ട്രാഫിക്കിൻ്റെ ഒക്കെ ഇടയിൽ പോയി നിന്നുണ്ടല്ലോ, കീഴിൽ. ഈവൻ മെട്രോ സ്റ്റേഷനിൽ മെട്രോ പോകുമ്പോൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ സാധനം അടിക്കണം. അടിപൊളിയായിരിക്കും. അപ്പോൾ ഗൈസ് കുറേ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഇനിഷ്യൽ ഇംപ്രഷൻ ഇസ് ഗുഡ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളിവിടെ ഞാനൊരു ഐസ് ടീ പറഞ്ഞു, അല്ല ഐസ് ടീയിൽ ഒരു ലെമണേഡ് പറഞ്ഞു, പാഷൻ ഫ്രൂട്ട് ലെമണേഡ്. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാണ്. ഞാൻ പണ്ട് വരുമായിരുന്നു, പക്ഷേ കുറച്ച് നാളായി. ഇവരുടെ പഫ്സ് കിഡിലുമാണ്. അല്ല അത് പകല് കാണുമായിക്കോടാ. പകല് നല്ല കിഡിലും പഫ്സ് കിട്ടും. ട്രുവാലി കഫേ ഫോർട്ട് കൊച്ചി. കുറച്ച് നാളായി കഴിച്ചിട്ട്. ഇപ്പം ഞാൻ എന്തായാലും നാളെ വല്ല ജിമ്മിൽ പോകണമെന്നുണ്ട്, ഞാൻ കഴിക്കുന്നില്ല. പക്ഷേ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു പാഷൻ ഫ്രൂട്ട് ലെമണേഡും കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോ കൂടെ എടുക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. യെസ്, പാഷൻ ഫ്രൂട്ട് ലെമണേഡ് വരട്ടെ. അങ്ങനെ ഗൈസ് എൻ്റെ പാഷൻ ഫ്രൂട്ട് ലെമണേഡ് വന്നിരിക്കുകയാണ്. ഇത് ഫിസ്സിയാണ്. നീ എന്താ പറഞ്ഞ? കഫേ ലാറ്റെ. ആൽമണ്ട് ലാറ്റെ. ഇത് പാൽ കുടിക്കലെന്ന് പറഞ്ഞാണ്. ആൽമണ്ട് മിൽക്ക് ഓളാം. നല്ല റിഫ്രഷിങ്. ആ ചൂടത്തുനിന്ന് വന്ന് ഇത് കുടിച്ചപ്പം ഇവന് പണി കിട്ടിയെന്നാണ്. ആൽമണ്ട് മിൽക്കൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന
ഇത് എടുത്ത് കുടിച്ചുകൂടെയായിരുന്നു. വലിയ പുളിയൊന്നുമില്ല. പിന്നെ ഉള്ള അസിഡിറ്റി കൂട്ടണ്ട. ഓ നല്ല തണുപ്പ്, വെളിയിൽ നല്ല ചൂട്, ഒരു രക്ഷയില്ല ഗൈസ്. ഈവൻ വൈകുന്നേരമാണ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു 2 റൗണ്ട് നടന്നപ്പോഴേക്കും പടം ഇളകി. വല്ല ഇൻഡോർ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഒരു റൗണ്ടും കൂടെ അടിച്ച് എന്തെങ്കിലും ഫോട്ടോ ഇട്ടോ നോക്കിയിട്ട് നേരെ വീട്ടിൽ പോകാം. കാണാം ഗൈസ്, ബൈ ഗൈസ്. നമ്മളങ്ങനെ വിനയ് ഫോർട്ടിനെ കണ്ടല്ലടാ. വിനയ് ഫോർട്ടിനെ കണ്ട വിനയ് ഫോർട്ടിനെ കണ്ടു ഗൈസ്. പുള്ളി കുറച്ച് മുട്ടം വിറ്റ് നമ്മളിങ്ങനെ എവിടെ നിൽക്കണേ. സനി വിനയ് ഫോർട്ടിനെ പോലെ ഒരാളാണ്. സത്യം ഞാൻ നോക്കി, അയ്യോ ഇത് വിനയ് ഫോർട്ട് തന്നെ ആണല്ലോ ഞാൻ പറയാം. നമ്മൾ പറഞ്ഞു മോഹിനിയാട്ടം പൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. സെലിബ്രിറ്റികളൊന്നും കാണിക്കാത്തത് അവർക്ക് അവര് പുള്ളിയുടെ മോനൊക്കെ ആയിട്ട് വന്നതാണ്. നമ്മളൊരു ഫോട്ടോ എടുത്തത് ഗൈസ്, അത്രേ നമുക്ക് പറ്റത്തുള്ളൂ. ഫോട്ടോ കാണിച്ചത് അല്ലാതെ നമ്മൾ ഈ വ്ളോഗിലോട്ട് വരണം എന്നൊക്കെയുള്ള ചോദിക്കുന്നത് അത് ഇറ്റ്സ് എ ബോറിംഗ് പരിപാടി. അതുകൊണ്ട് നമ്മൾ എടുത്ത സെൽഫി നമ്മളിവിടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, കാണാം, ബൈ ഗൈസ്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്ന കാര്യം നടന്നിരിക്കുകയാണ്. ഇതും കൂടെ എടുത്താത്ത് വെച്ചോ, അതെൻ്റെ വേർമയ്ക്കാണ്. കൊള്ളാം കേട്ടോ, നല്ല നല്ല അടിപൊളി ഫോൺ. അത്യാവശ്യം വിവോ X300 Pro വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഗൈസ് അത്യാവശ്യം അതിൻ്റെ എല്ലാ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫോണാണ്. അതുകൊണ്ട് പിന്നെ അതിൽ തന്നെ കുറച്ച് AI പരിപാടികളുണ്ട്. അത് എൻ്റെ അത് ഞാൻ ഇതുവരെയായിട്ടും X300 Pro പ്രൊഫൈൽ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്ന് അവിടെ വീട്ടിൽ പോയിട്ട് നോക്കട്ടെ ഗൈസ്, വല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലും അത് വന്നിട്ടുണ്ടോ എന്ന്. അതായത് ക്രിയേറ്റീവ് AI പരിപാടികളാണ്. അതായത് ആരുടെയോ ബെൻസാണ് കേസ്, നമ്പർ പ്ലേറ്റ് ഇല്ലാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. താന്നിങ്ങനെ ലോ ആയിട്ട് ഇന്ന് എടുക്കണമായിരുന്നു, അതാണ് എൻ്റെ ലുക്ക്. ഷാസ് ബെൻസിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ആ ബെൻസിൻ്റെ ഫോട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ടല്ലേ? എന്നാൽ ഫോറം മോളിലോട്ട് പോവാം ഗൈസ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, എൻ്റെ വർക്കൗട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ. വാൻഡിയാണത്. വാൻഡിക്ക് ഒരു ഹായും പറയാം. ഹൗസ് ഓഫ് വാൻഡി. അപ്പോൾ അതാണ് ഫോർട്ട് കൊച്ചി ഈസ് എ വൈബ്, യുനോ. നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഇതാണ് ഹൗസ് ഓഫ് വാൻഡി. അപ്പോൾ ഗൈസ് ഇത് വ്ളോഗാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഹായ് പറയട്ടെ. പരിചയമുള്ള ഒരാളെ കണ്ടായിരുന്നു. പുള്ളിക്കാരി ഇവിടെ ഒരു ഡിസൈനർ ബുട്ടീക്ക് ഇട്ടിട്ടുണ്ട്. ഒന്നും അറിയാത്ത പോലെ വരുന്ന നോക്കിയേ. പേടിക്കണ്ട, കുഴപ്പമില്ല. നമ്മൾ കുറച്ച് നേരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുകൊണ്ട് ഇതാണ് ഗൈസ് ഹൗസ് ഓഫ് വാൻഡിയുടെ എല്ലാമായ വാൻഡി. നമ്മളിതെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ നിങ്ങൾ രണ്ടുപേരുമായിട്ട്. ഇതാണ് ഗൈസ് റെലിഷിന്റെ ആൾക്കാർ, എലിസബത്ത് ആൻഡ് റെജി. നിങ്ങൾ എല്ലാരും കൂടെ ടൈപ്പ് ആണല്ലോ, ബിസിനസ് ടൈപ്പ്. I think we met in Plan B also one time. You guys were chilling, but then we didn't talk much. So guys, ഇതാണ് അവരുടെ പുതിയ ഔട്ട്ലെറ്റ്. നിങ്ങൾ മറ്റടുത്ത് വരാൻ പറ്റിയിട്ടില്ല. I couldn't come even ഇത്രയും നാളായിട്ട്. Welcome. How's it going? New place? Okay. നമ്മളൊന്ന് സംസാരിച്ചിട്ട് വരാം. കുറേ ബിസിനസ് ടാക്ടിക്സ്. ഓക്കെ ബൈ. വാൻഡീസ് വേൾഡ്, ഹൗസ് ഓഫ് വാൻഡി. Oh my god. I still remember her from apartment days. And she is trying to build her business. And ചെറുതായിട്ടല്ലേ തുടങ്ങിയത്. Like you didn't have a store, no? Then she started a store അപ്പുറത്തല്ലേ, ലീല ആർട്ട് കഫേയിൽ. And now independent huge store. എൻ്റെ അമ്മേ അടിപൊളി, സൂപ്പർ വൈബ്. ദിസ് ഈസ് ഗുഡ് ഗൈസ്. 400-year-old പോർച്ചുഗീസ് ബിൽഡിംഗ് ആണ് ഗൈസ്. അടിപൊളി സംഭവം. എന്തായാലും കാണാൻ പറ്റി. ഞാൻ വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കുറച്ച് നാളായിട്ട്. പിക്ചേഴ്സ്. നോ, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു അല്ലേ? നോ, ബട്ട് ഗുഡ് ദാറ്റ് ഇറ്റ്സ് ഫ്ലറിഷിംഗ്. നോ, യു ആർ ലൈക്ക് വെരി ഫേമസ്. പിന്നല്ല ഒന്നുമില്ല, ഫുൾ ആൾക്കാരെ അറിയാം. എല്ലാവരും ഫുൾ വാൻഡിയുടെ മോഡൽസും വാൻഡിയുടെ കസ്റ്റമേഴ്സും ആണ് ഗൈസ്. സോ നൈസ്, ലുക്സ് വെരി റസ്റ്റിക്. അവിടെയാണ് കഫേ അല്ലേ? കൊള്ളാം കേട്ടോ. ദിസ് ഈസ് യുവർ വേൾഡ്. മോഡൽ ആർട്ട് ഗാലറി. ആർട്ട് ഗാലറി ഈസ് റൺ ബൈ സംബഡി എൽസ്. യു ആർ റണ്ണിങ് എവറിത്തിങ്. ഒരു മിനിറ്റ് ഗൈസ്, നമ്മൾ കഫേയും കൂടെ കണ്ടിട്ട്. വാവ്, നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ, വാവ്, നല്ല അടിപൊളി സ്റ്റോർ ഗൈസ്. ഇത് ആർട്ട് ഗാലറിയും അവിടെ കഫേയും. സോ നൈസ്. ഡ്രസ്സൊക്കെ വേണമെന്നുള്ളവർ വന്ന് വാങ്ങിക്കുക ഗൈസ്. റിയലി ഗുഡ്. നല്ല പരിപാടി, എസ്തെറ്റിക് പരിപാടിയാണ് ഗൈസ്. ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. നല്ല രസമുണ്ട്. ഞാൻ കുറച്ചൊന്ന് സെറ്റ് ആക്കട്ടെ. ഹൗ ഇസ് ഇറ്റ് ഗൈസ്? നല്ല ഫ്രെയിമിങ് അല്ലേ? ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ ഗൈസ് ഇതാണ് കഫേ.
ഇതിൻ്റെ അകത്താണ് റെലിഷ് കഫേ തുടങ്ങിയിരിക്കുന്നത്. സോ ക്രൊസോൺ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഈ ഒരു കഫേയിൽ വന്നു കഴിഞ്ഞാൽ വെരി കോസി കഫേ. റിയലി നൈസ്, വെരി നൈസ്ലി ഡൺ. കൺഗ്രാറ്റുലേഷൻസ്. റിയലി പ്രൗഡ് ഓഫ് യു വാൻഡി. എനിവേസ് നമ്മളെന്തായാലും ആക്സിഡൻ്റലി ആയാലും വാൻഡിയെ കണ്ടു ഗൈസ് ആൻഡ് വിഷിങ് ആർ ഓൾ ദ ബെസ്റ്റ്. സച്ച് എൻ അമേസിങ് സ്പേസ്. അപ്പം എല്ലാവരും വന്ന് ട്രൈ ചെയ്യൂ ഗൈസ്. ഗൈസ് ഫോർ ദ ടൈം ബീങ് ഹാം സാൻഡ്വിച്ച്, ചോക്ലേറ്റ് കേക്ക്, ഡോനട്ട്സ്, മാക്രൂൺസ്, വസോൺ. ഇതെന്താ? വാട്ട് ഈസ് ദിസ്? ഹേസൽനട്ട് ബ്രൗണി. Nice. I like their macarons. I've been ordering since they started actually. Been their oldest customer actually. very old. Very old customer. So very happy for Relish also guys. അവരും പുതിയ സ്റ്റോറൊക്കെ തുടങ്ങി. നൈസ്. ഫുൾ ആർട്ട് വൈബാണല്ലേ? ഫുൾ ഒരു ആർട്ടിസ്റ്റിക് വൈബാണ് ഗൈസ്. നല്ല രസമാണ്, അടിപൊളി. ആൻഡ് ദാറ്റ് അയ്യോ അടിപൊളി കേട്ടാ. ഫ്രെയിമാണ് മൊത്തം, ഫ്രെയിം എവിടെ തിരിഞ്ഞാലും ഫ്രെയിം. ഓ കിടിലം. നൈസ് ഗൈസ്, സൂപ്പർ സ്പേസ്. അപ്പോൾ എന്തായാലും നല്ല സ്ഥലം ഗൈസ്. പിന്നെ ഈ ക്ലോത്തിങ് ഒക്കെ ഈ ഒരു വൈബിൽ വെച്ചേക്കുന്നുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ലൈക്ക് ഷോപ്പ് ചെയ്യാൻ വരുന്നവർക്ക് ആർട്ട് എൻജോയ് ചെയ്യാം. ദേ ക്യാൻ ഷോപ്പ് ദ സ്റ്റഫ്. എന്തൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്നു നോക്കിയേ. ബുക്കും വായിക്കാം. ലൈബ്രറി ഈ സൈഡിലല്ലേ? ഓ നൈസ്. ഓ അടിപൊളി. ഇപ്പോൾ സ്ലോ ലിവിങ്ങിൽ താല്പര്യമുള്ളവർ ഇവിടെ വരിക. ഷോപ്പിംഗ് പ്ലസ് കഫേ പ്ലസ് കുറച്ച് ആർട്ട് വൈബും കിട്ടും ഗൈസ്. സോ നൈസ്, അടിപൊളി. ഈ പൂച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല പൂച്ച. 45,000 ഉള്ളൂ ഗൈസ്. വിലയും കൂടെ ഞാൻ പറഞ്ഞുതരാം, പേടിക്കണ്ട. പൂച്ചയെ കണ്ട് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത്യാവശ്യം നല്ല കത്തിയായിട്ടുള്ള പൂച്ചയാണ്. ഇതൊക്കെ കൊള്ളാം കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം 18. ഓ ഇതാണല്ലേ അരുൺ കെ ടി. ഗുഡ് ജോബ്, നൈസ് വർക്ക്, റിയലി ആർട്ടിസ്റ്റിക്. എന്തായാലും ഗൈസ് നല്ല വൈബ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. വെറൈറ്റി സൗണ്ട് ആംപ്ലിഫയർ. ഇപ്പോൾ കുറച്ച് നല്ല വോളിയം കൂടിയുണ്ടോ? അതുകൊള്ളാം. ക്യൂട്ട് സ്റ്റഫ്. പക്ഷേ നല്ല രസമുണ്ട് ഗൈസ്, അടിപൊളി. എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും പാട്ടിട്ട് ഞാൻ, അതുകൊണ്ട് തൽക്കാലം ആംപ്ലിഫയറില്ല. ബൈ ഗൈസ്. ഓക്കെ ഗൈസ്, എല്ലാവരും റെലിഷും ഹൗസ് ഓഫ് വാൻഡിയും ചെക്കൗട്ട് ചെയ്യുക. ഇവരൊക്കെ നമ്മളെ ഫ്രണ്ട്സാണ്. സപ്പോർട്ട് ദ ബിസിനസ് ഗൈസ്, റിയലി ഗുഡ് പീപ്പിൾ. അപ്പം കാണാം. ബൈ. അങ്ങനെ ഗൈസ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയല്ലല്ലോ, ഈ ഷൂട്ടിൻ്റെ പരിപാടി കഴിഞ്ഞേക്കണം. അതെനിക്ക് അറിഞ്ഞൂടാ. നമ്മളെന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് കഴിക്കണം? അതുണ്ട് ഗൈസ്. ഫോണിൻ്റെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇനി കാറ് നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്, ഗ്രൗണ്ടിൻ്റെ അവിടെ. സോ എന്തെങ്കിലും കഴിക്കണതിനെ പറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എവിടെ പോയി കഴിക്കും എന്നുള്ളത്. ഷൂട്ടിങ്ങും റിവ്യൂ ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഇതിൻ്റെ നൈറ്റ് മോഡ് ചെക്ക് ചെയ്യണം ഗൈസ്. നോക്കട്ടെ, അത്യാവശ്യം ലൈറ്റ് ഉള്ളപ്പോൾ അതിനെ ആംപ്ലിഫൈ. അപ്പോൾ ശരി ഗൈസ്, നമ്മളെന്തെങ്കിലും തിന്നണതിനെ പറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരട്ടെ. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ലൊറ്റുൽ സോയിലെത്തി. ഇവിടെ കുറേ കൊറിയൻ ഫെസ്റ്റിവലൊക്കെ നടക്കുകയാണ്. വേണമെന്നുള്ളവർക്ക് വന്ന് കഴിക്കാം ഗൈസ്. കൊറിയയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നീ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? ഞാൻ ഒരു സൂഷി, എല്ലാം വെജിറ്റബിളാ? എല്ലാം വെജിറ്റബിൾ. അപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് വെജ് കഴിക്കണം കേട്ടോ. എനിക്കാണ് വെജ്. ഞാൻ ഒരു ഫ്രൈഡ് റൈസും ഒരു ബാങ്കോക്ക് സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. വിത്ത് ഗാർലിക്, ഫ്രൈഡ് ഗാർലിക് ഒക്കെ ഇട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. ലെറ്റ്സ് സീ. സാധനം വരുമ്പോൾ ഞാൻ കാണിക്കാം. ഇന്ന് അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് സീറ്റ് കിട്ടി. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. നമ്മൾ പക്ഷേ ഫോട്ടോ എടുക്കാൻ പോയി തല ഇറങ്ങിയ ഒരു വഴിക്കല്ലേ. ഭയങ്കര ചൂടും ഡീഹൈഡ്രേഷനും. ഇപ്പൊ നാളെ ഇലക്ഷൻ ഡേ. നാളെയാണ് ഇലക്ഷൻ ഗൈസ്. ആര് ജയിക്കുമെന്ന് പറയൂ ഗൈസ്. എൻ്റെ ഒരു പ്രഡിക്ഷനിൽ കേരളം UDF ജയിക്കും. അവരോട് ഭയങ്കര ടൈറ്റ് ആണ്. പക്ഷെ ഞാൻ ഉറ്റുനോക്കുന്നത് തമിഴ്നാടാണ്. ഞാനും വിജയ് ജയിക്കുമോ? എനിക്ക് ആകെ വിജയ് ജയിക്കണേന്നാണ്. ഞാനും വിജയ് ജയിക്കാൻ വേണ്ടിയാണ്. കേരളത്തിൽ നമുക്ക് അറിയാം, ഒന്നേ കോൺഗ്രസ് ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്. കുറച്ച് സീറ്റെങ്കിലും കിട്ടും കേട്ടോ. വിജയ്ക്ക് നല്ലൊരു ഒപ്പോസിഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് വിജയ്. അപ്പൊ എന്തായാലും ഇത് വെജാണ്. ഞാൻ കുറച്ച് നാളത്തേക്ക് വെജിറ്റേറിയൻ ആണ് ഗൈസ്. അതുകൊണ്ട് ഫുൾ വെജിറ്റബിൾ സാധനങ്ങളാണ്. ഇപ്പൊ നോക്കിയപ്പോൾ ടേസ്റ്റ് ഇല്ലാത്ത സാധനം തിന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കാണാം. നല്ല പച്ചക്കറിയൊക്കെ തിന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ടേസ്റ്റ് വല്ലതും ഉണ്ടോ? ഓ മൈ ഗോഡ്, എങ്ങനെ കഴിച്ചു ഈ വെജിറ്റബിളൊക്കെ തിന്നുന്നത്? കാരണം ഞാനും കഴിച്ചു നോക്കിയാലോ, കുറേ നാളായി വെജിറ്റേറിയൻ സാധനങ്ങൾ കഴിച്ചു. നോട്ട് ബാഡ്. അപ്പം ഗുഡ് അല്ല, സൂപ്പർ സാധനം. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്യട്ടെ. ലുക്ക് അറ്റ് ദാറ്റ്. ഓ ഇത് എടുക്കാൻ കുറച്ച് പണിയാണല്ലോ. അതിൻ്റെ ഗൈസ് ഞാൻ കഴിച്ചു പോട്ടെ. ഞാൻ എടുത്തു തരായിരുന്നല്ലോ.
കൊള്ളാലോ. നോട്ട് ബാഡ്. അവൻ പറഞ്ഞല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. വെജിറ്റേറിയൻ ആണെങ്കിലും നല്ല മട കഴിയുന്നു. ഒരെണ്ണം ആയത്. ഓ ലിച്ചിയുള്ളോ? ലിച്ചി ഉണ്ട് ലിച്ചോളൂ. ഇതെന്നോ ലിച്ചി പോലെ തന്നെ ഉണ്ട്. ഇതെന്തോന്നു ലിച്ചി ജ്യൂസ് ഒഴിയണ പോലെ ഉണ്ട്. പ്രത്യേകിച്ച് വലിയ ഫാക്ടർ കുറവാണ്. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തത്. വെജിറ്റേറിയൻ. ഫസ്റ്റ് ഡിഷ് കൊള്ളാം. ഇതെന്താണ് ഇതിൻ്റെ പേര്? ഷാങ്കായ് വെജ് ഡംപ്ലിംഗ്. എന്നാലും ആദ്യത്തെ ഡിഷ് കൊള്ളാം. രണ്ടാമത്തെ ഡിഷ് വേണ്ട ഗൈസ്. എൻ്റെ ഡ്രിങ്ക് വന്നിട്ടുണ്ട്. മാംഗോ സ്പ്രിറ്റ്സ്. ഇതും ഫിസ്സുള്ള സാധനം തന്നെ. ഇതാണ് മാംഗോ സ്പ്രിറ്റ്സ്. കുറച്ച് മുളകൊക്കെ ഉണ്ട്. ഇത് ബാങ്കോക്ക് കുലുക്കി. ബാങ്കോക്കിലെ കുലുക്കിയോ കുടിച്ചോണം. എരിയുണ്ട് കുറച്ച് എരിയുള്ള ജ്യൂസാണ് ഗൈസ്. നല്ല പച്ചമുളകൊക്കെ അതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ട് എരിയുണ്ടെന്ന്. ലിച്ചി ഭയങ്കര മധുരം. ഇതിലാണെങ്കിൽ എരി. രണ്ട് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്. കുറച്ച് സ്പൈസിയാണ് ഗൈസ്. എന്തായാലും ട്രൈ ചെയ്യാൻ കൊള്ളാം കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റ്. നല്ല പഴുത്ത മാങ്ങയും നല്ല എരിയുള്ള പച്ചമുളകും എന്തോ ഇട്ടിട്ടുള്ള സാധനമാണ്. നല്ലൊരു കിക്കുണ്ട്, ഒരു ചെറിയൊരു ബേണുണ്ട് കുടിച്ചിറങ്ങുമ്പോൾ. വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക്. പക്ഷെ വെജിറ്റബിൾ ഡംപ്ലിംഗ് കൊള്ളായിരുന്നു കേട്ടോ. അതിൽ കോൺ ഉള്ളതുകൊണ്ട് കൊള്ളാം. ഗൈസ്, ബാങ്കോക്ക് ഫ്രൈഡ് ചിക്കൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഏകദേശം ഒരു പാതി കോഴിയുണ്ട് ഗൈസ്. എങ്ങനെ തിന്നും? കൈയുണ്ടാ? ഐ ആം ട്രാപ്ഡ് ഗൈസ്. ലെറ്റ് മീ സീ. ടേസ്റ്റ് ഉണ്ടാന്ന് അറിഞ്ഞൂടാ. അവൻ്റെ സൂഷി മട തിന്നണമെങ്കിൽ. ഇതേതാണ്? മറ്റേ വെജിറ്റേറിയനാണ്. എനിക്ക് പക്ഷേ ഒരു വലിയ ടാസ്ക് ഉണ്ട് കേസ്. നിറച്ചും ചിക്കൻ. ഇതൊരു ഫുൾ കോഴിയുണ്ട് കേട്ടോ. എന്നെ തേച്ച് 200 ഗ്രാം എന്നുണ്ട്. ഇത് തന്നെ 200 ഗ്രാം ഉണ്ട്. ബേസിക്കലി ഇതൊരു 500 ഗ്രാം ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രൈഡ് റൈസും വന്നു ഗൈസ്. അത്യാവശ്യം എല്ലാം വന്നു ഗൈസ്. ഇപ്പം എനിക്ക് തന്നെ പേടിയായി തുടങ്ങിയത് എങ്ങനെ കഴിക്കും. മിക്കവാറും പാർസലാക്കി കൊണ്ടുപോകേണ്ടി വരും ചിക്കൻ ഫ്രൈഡ് റൈസ് ഞാൻ ഫിനിഷ് ചെയ്യും. ഫ്രൈഡ് റൈസ് ഇവിടുത്തെ കിടിലാണ്. നല്ല സുഷി സിമ്പിൾ. ഇവരുടെ നോർമൽ ഫ്രൈഡ് റൈസ് നല്ലതാണ്. നല്ല ഉള്ളിയൊക്കെ ഇട്ട, മുട്ടയും ഉള്ളിയൊക്കെ ഇട്ട ഒരു ഫ്രൈഡ് റൈസ് സാധനമാണ്. അതുകൊണ്ട് ഞാനതിന് കറിയൊന്നും പറഞ്ഞില്ല. ആകെ ഈ പൊരിച്ച ചിക്കനാണെന്ന് എൻ്റെ കറി. ഇത് കഴിച്ചിട്ട് വരാം കഴിച്ചു. പൊരിച്ച ചിക്കനും ഫ്രൈഡ് റൈസും. ഇത് പിടിക്കാം. പൊരിച്ച ചിക്കൻ ആദ്യം നമ്മൾ. ഇത് പൊരിച്ചതെന്നല്ല, നല്ല ക്രിസ്പ് കേട്ടാ. അറിയാം ഗൈസ്. നല്ല പൊരിച്ച നല്ല മൊരിഞ്ഞ ചിക്കൻ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഭയങ്കരമായിട്ട് സ്ട്രീറ്റ് ഫുഡ്. ബാങ്കോക്കിലേക്കാ 4 സ്റ്റൈലും. ഫ്രൈഡ് റൈസും കൊള്ളാം. നൈസ്, അടിപൊളി. കഴിച്ചിട്ട് വരാം ഗൈസ്. യമ്മി. അങ്ങനെ ഗൈസ് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് അനങ്ങാൻ വയ്യ ഗൈസ്. ഭയങ്കര ഹെവി ആയിപ്പോയി. ഒറ്റ പീസ് ഒരു പീസ് ഇരുന്ന് ചിക്കൻ കഴിച്ചുള്ളൂ. അതിനാണെങ്കിൽ ഫുള്ളായി വേറെ. അപ്പോൾ എന്തായാലും നാളെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇഫ് എനിത്തിങ് I'll be back with another vlog guys. So thanks for watching. Take care. Good night. Bye.